ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല. ദുഃഖവെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ലഞ്ച് മെനു ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ലഞ്ച് മെനു എന്ന് പറയുമ്പോൾ അറിയാം, ദുഃഖവെള്ളിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ വിഭവങ്ങളുള്ള ഒരു ദിവസമല്ല. നോമ്പ് കഞ്ഞിയൊക്കെ ആയിരിക്കും അന്ന് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇപ്രാവശ്യം പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിലെങ്ങനെയാണ് ഞങ്ങൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കിയതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി ആദ്യം അരി ഒന്ന് കഴുകിയെടുക്കാം. ഇന്നിപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. എന്നാലേ കഞ്ഞിയെ കറക്റ്റ് രീതിക്ക് കിട്ടുള്ളൂ. ഇച്ചിരി ഒന്ന് വെന്ത കഞ്ഞിയാണ് നോമ്പ് കഞ്ഞിയായിട്ട് കഴിക്കാൻ നല്ലത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഉപവാസത്തോടാണല്ലോ സാധാരണ നമ്മളെല്ലാവരും ഈ പള്ളിയിൽ പോകുന്നത്. പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഇരിപ്പുണ്ട്. ഇപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ കുക്കറിലേക്ക് ഇട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊരു 8 ഗ്ലാസ് വെള്ളം, ഈ കപ്പിന് ഒരു 8 കപ്പ് വെള്ളം വേണം. പിന്നെ ഒരു 4-5 വിസിലടിക്കുമ്പോഴത്തേക്ക് കഞ്ഞി നന്നായിട്ടായിട്ടുണ്ടാവും. പിന്നെ കഞ്ഞിവെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഉപ്പും കൂടി ഇട്ടിട്ട്. അത്രേ ഉള്ളൂ. അപ്പം കഞ്ഞി ഞാനിപ്പോൾ ആദ്യം കുക്കറിലിടട്ടെ. കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരി വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ പയറിട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് പയർ തോരൻ വെക്കുവാണ്. അപ്പോൾ ഇനി കഞ്ഞി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കഞ്ഞിയുണ്ട്, പയർ തോരൻ. ഇതാണ് രണ്ടുമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ കൂട്ടത്തിൽ ചക്ക രാവിലെ ഇടും. ചക്ക ഇട്ടിട്ട് ചക്കപ്പുഴുക്കും കൂടെ ഉണ്ടാക്കും. അതും കൂടെ ആവുമ്പം, ചക്കപ്പുഴുക്കെന്ന് വെച്ചാൽ ചക്ക വേവിക്കുന്നത്, അതുകൂടെ ആവുമ്പം സൂപ്പറായിരിക്കും. പക്ഷേ ഇവിടെ ചക്ക കിട്ടാനൊന്നും ഒരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് കഞ്ഞിയും പയറും ഒക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നതെന്ന് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്നെല്ലാം ഒന്ന് ചെയ്യട്ടെ. ഇപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുക്കർ എടുത്ത് മാറ്റി വെക്കാവേ. ഇനി തയ്യാറാക്കാൻ പോകുന്നത് തോരനാണ്. സാധാരണ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും തയ്യാറാക്കുന്നത് പയർ തോരൻ തന്നെയാണ് കഞ്ഞിയുടെ കൂടെ. വൻപയർ വെക്കുന്നവരുണ്ട്, ചെറുപയർ വെക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ തോരനാണ്. പള്ളികളിലൊക്കെ ആണെങ്കിലും കഞ്ഞി കിട്ടും. അതിൻ്റെ കൂട്ടത്തിലും ഈ തോരൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞി ഇവിടെ ആയി വന്ന സമയത്ത് ഞാൻ പയർ വേവിച്ചെടുത്തിരുന്നു. ഇവിടെ കിട്ടുന്ന ചെറുപയർ ഒരുപാട് നേരമൊന്നും വേവുള്ളതല്ല. കുക്കറിലൊന്നും ഇടണ്ട. ഒരു 10-25 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ സാധാരണ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് വേവില്ല. കുക്കർ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. പയറെല്ലാം വെന്തിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇടാൻ വേണ്ടി വറവെല്ലാം എടുത്ത് വെച്ചേക്കാണ്. കറിവേപ്പിലയുണ്ട്, ചുവന്നുള്ളി, അതുപോലെ തന്നെ ചുവന്ന മുളകും ഉണ്ട്. ചുവന്ന മുളകൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടൂടെ ഇട്ട് കൊടുക്കാവേ. ഞാൻ എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിടുവാണ്. ഇതൊന്ന് വാടി വരണം. എന്നിട്ട് വേണം ഇനി അരപ്പിട്ട് കൊടുക്കാനായിട്ട്. ഞാൻ അരപ്പെല്ലാം അരച്ച് വെച്ചേക്കുവാണ്. അതിൽ ചേർത്തേക്കുന്നത് തേങ്ങ, വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ടിട്ടാണ് അരപ്പ് അരച്ചെടുത്തേക്കുന്നത്. ഒരുപാട് അരയൊന്നും വേണ്ട കേട്ടോ. ജീരകം ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞങ്ങൾ ജീരകം ചേർക്കത്തില്ല ഇങ്ങനത്തെ തോരനിലൊന്നും. ഇപ്പോൾ ഈ വറവായിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ഉടനെ ഇളക്കിയെടുക്കാം. വെള്ളം ചേർക്കാതെ അരപ്പ് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ചതച്ചെടുത്താൽ മതി. ഇതൊരു 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വേണം ഇതിലോട്ട് പയറൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഇതിലോട്ടൊരു ലേശം മഞ്ഞപ്പൊടി അങ്ങ് ഇട്ടേക്കാവേ. മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി പയറിട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തിട്ടുണ്ട്. പയർ അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അടുപ്പത്ത് വേവിച്ചുകൊണ്ട് പ്രശ്നമില്ല. കുക്കറിലാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വെന്ത് പോകും.
പിന്നെ വെന്ത് പോയാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന പോലെയല്ല ദുഃഖ വെള്ളിയാഴ്ച തയ്യാറാക്കുന്നത്. അത് ഇച്ചിരി വെന്ത് ഒഴിഞ്ഞൊക്കെ പോയാലും പ്രശ്നമല്ല. അത് ഒരു ടേസ്റ്റ് നോക്കിയല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്, അതൊരു സ്പിരിറ്റാണ്. നമ്മൾ പള്ളിയിലൊക്കെ ആണെങ്കിലും പോയി അത്രയും സമയം വിശന്ന് നിന്ന് ഈ ആരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കുഴഞ്ഞു പോയൊക്കെ പയർ കിട്ടിയാലും അതൊന്നും ഒരു പ്രശ്നമല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ പയർ വെന്ത് പോയാൽ ഒരു രക്ഷയില്ല, മഹാബോറായിരിക്കും. കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാവേ. ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അടച്ചൊന്നും വെക്കാൻ പോകുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പയറിൻ്റെയും തേങ്ങയുടെ ഒന്നും അളവ് പറയാത്തതിന് കാര്യം, നമ്മളിതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യുമല്ല, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. ഇനി എപ്പോഴെങ്കിലും ചെറുപയർ തോരന് ഞാൻ റെസിപ്പി ആയിട്ട് ഇടാം, അന്ന് വിശദമായിട്ടെല്ലാം പറയാവേ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ദുഃഖ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഉച്ച നേരങ്ങളിൽ കഴിക്കുന്നത് കഞ്ഞിയായിരിക്കും, പള്ളിയിൽ നിന്നും കഞ്ഞി കിട്ടും. അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എളുപ്പത്തിൽ ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അളവൊന്നും പറയാതെ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. പിന്നെ അച്ചാർ നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്, മാങ്ങാച്ചാർ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചു, 2-3 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഇടാവേ. പിന്നെ ചില പള്ളികളിലൊക്കെ, ഞങ്ങളുടെ പള്ളിയിലൊക്കെ കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അവിയൽ കിട്ടാറുണ്ട് ചില സമയങ്ങളിലൊക്കെ കേട്ടോ. ചില ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ അവിയൽ കിട്ടിയിട്ടുണ്ട് കഞ്ഞിയുടെ കൂടെ. അത് നല്ല ടേസ്റ്റാണ്, അവിയലും കൂടെ ഉണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ സൂപ്പറാണ്. അപ്പം ഞാൻ ഇതിലോട്ട് പയറിട്ട സമയത്ത് അതിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നേ, ഞാനങ്ങ് ഊറ്റി കളഞ്ഞില്ല, കാരണം കഞ്ഞിക്കായതുകൊണ്ട് ഒരു ലേശം വെള്ളമയത്തിലൊക്കെ നിൽക്കുന്നതാണ് നല്ലത്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കഞ്ഞിക്കത് കൊള്ളത്തില്ല. അപ്പം ഞാൻ ഇവിടെ ഒരുപാടങ്ങ് പറ്റിക്കുന്നില്ല ഇട്ട്, ഒരു ലേശം വെള്ളം നിൽക്കുന്ന പരുവത്തിലാണ് ഞാൻ നിർത്തുന്നത്. പയറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല, പക്ഷെ ആ ഒരു പരുവത്തിൽ കഴിക്കാനാണ് കഞ്ഞിയുടെ കൂടെ നല്ലത്. അപ്പോൾ ഇത്രയും മതിയെന്ന് തോന്നുവാണ്, ഇപ്പം നിർത്തിയേക്കാം. ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഞാനൊരു 4-5 തണ്ട് കറിവേപ്പില ആദ്യമേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കറിവേപ്പിലൊന്നും ഇടുന്നില്ല. ഇനി പപ്പടവും കൂടെ കാച്ചി എടുത്താൽ പണി കഴിഞ്ഞു. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഞ്ഞി വിളമ്പാവേ. ഇപ്പം നമ്മളുടെ ദുഃഖ വെള്ളിയാഴ്ചത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വിളമ്പിയും കൂടെ ഒന്ന് കാണിക്കാം ഞാൻ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. ഹാപ്പി ഈസ്റ്റർ.